ഈ വർഷത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. നോർമലി ജൂലൈ 31 മുമ്പ് ചെയ്യേണ്ടത് ഇപ്രാവശ്യം നമ്മൾ ഓഡിറ്റ് ഇല്ലാത്ത അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കേസുകളിലൊക്കെ നമുക്ക് മീൻസ് നോർമൽ ടാക്സ് പേയേഴ്സിന്റെ ഒക്കെ നമുക്ക് സെപ്റ്റംബർ 15 ഉള്ളിലായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കേസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ITR ഫോംസിൽ കുറെ മാറ്റങ്ങളുണ്ട്. അതിൽ ഇപ്പോ മുമ്പത്തെ പോലെ അല്ല, ഡിഡക്ഷൻസിന് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യാൻ ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ്, ഒരു പോളിസി ആണെന്നുണ്ടെങ്കിൽ പോളിസി ഏത് കമ്പനിയാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്, എമൗണ്ട് എത്രയാണ്, സമ്മഷ്യോട് എത്രയാണ്, ആരൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാ ഡിഡക്ഷൻസിനും മാക്സിമം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ, അതുപോലെ ഫോം 16 വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലുള്ള ചില അപ്ഡേഷൻസ്, ഇതിനൊക്കെ അനുസരിച്ച് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ഇതിന്റെ ഫോംസ് കാര്യങ്ങളിൽ ഒക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ ഇതിന്റെ വർക്കിംഗ്സിന് വേണ്ടിയിട്ട് ഈ ഫോംസ് ഒക്കെ ആയി വരുന്നുള്ളൂ പലതും. അപ്പൊ ഇതായി വരാനുള്ള ഒരു ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതായ ശേഷം നമുക്ക് സമയം ചെയ്യാൻ സമയം വേണം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സെപ്റ്റംബർ 15 ഇത് നീട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 15 ഉള്ളിലായിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി.